AI UI UX ഡിസൈൻ കോഴ്സിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് UI, എന്താണ് UX? ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ദിവസവും കാണുന്ന സാധാരണ കാര്യങ്ങളുടെ തന്നെ ഈ രണ്ട് വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് UI എന്നാൽ എന്താണ്, UX എന്നാൽ എന്താണ്, ഇത് രണ്ടിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ AI എന്താണ്, ഏജൻറ്റിക് എക്സ്പീരിയൻസ് എന്താണ്, പിന്നെ ഫിഗ്മ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂസർ അല്ലേ. UIയിലും യൂസറുണ്ട്, UXയിലും യൂസറുണ്ട്. അപ്പോൾ എന്താണ് ഈ യൂസർ? അപ്പോൾ ആദ്യം ആരാണ് യൂസർ? യൂസർ എന്നാൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അതല്ലെങ്കിൽ ഏതൊരു സാധനം ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് യൂസർ എന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു യൂസറാണ്. ആരാണ് യൂസർ? ഒന്ന്, യൂസറിൻ്റെ എക്സാമ്പിൾ നോക്കിക്കോണം. നിങ്ങളൊരു ഫോൺ ഉപയോഗിക്കുന്നു എങ്കിൽ നിങ്ങൾ യൂസറാണ്. ആരാണ് ഫോൺ ഉപയോഗിക്കുന്നത്? അവർ യൂസറാണ്. നിങ്ങളിപ്പോൾ ഒരു കസേരയിൽ ഇരിക്കുന്നു എന്ന് വെച്ചോ, നിങ്ങൾ യൂസറാണ്. ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങളാണ് യൂസർ. ഒരു വാട്ടർ ബോട്ടിലിൽ നിന്ന് നിങ്ങൾ വെള്ളം കുടിക്കുന്നു, നിങ്ങളാണ് യൂസർ. ഇതിലൊക്കെ നിങ്ങൾ യൂസറാണ്. ഡിസൈൻ ലോകത്ത് എപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഈ യൂസർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രോഡക്റ്റ്? അതായത് മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി നിർമ്മിച്ച ഏതൊരു കാര്യത്തെയും നമുക്ക് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. കസേര നിങ്ങളെന്താ ഇരിക്കാൻ സഹായിക്കുന്നു, അപ്പോൾ കസേര ഒരു പ്രോഡക്റ്റാണ്. ബോട്ടിൽ നിങ്ങളെ വെള്ളം കുടിക്കാൻ സഹായിക്കുന്നു, അപ്പോൾ ബോട്ടിൽ ഒരു പ്രോഡക്റ്റാണ്. സ്വിഗ്ഗിയോ സൊമാറ്റോ പോലത്തെ ഒരു ആപ്പ് ഫുഡ് കണ്ടെത്താനും ഓർഡർ ചെയ്യാനും സഹായിക്കുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അതും ഒരു പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരമാണ്. ഒന്ന് ഫിസിക്കൽ, അതായത് കൈകൊണ്ട് തൊടാൻ പറ്റുന്നത്, ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കസേര, ചെയർ. അടുത്തത് ഡിജിറ്റൽ പ്രോഡക്റ്റ്, ഫോണിലോ കമ്പ്യൂട്ടറിലോ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പറയുന്നത് UI. നമ്മുടെ യൂസർ നോക്കി, പ്രോഡക്റ്റ് നോക്കി. ഇനിയിപ്പോൾ എന്താണ് UI? യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ UI എന്നാൽ നിങ്ങൾ കാണുന്നതും തൊടുന്നതുമായി എല്ലാം ഐക്കൺ. നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൽ കാണുന്ന ഐക്കൺസ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയും ചെയ്യും, നിങ്ങൾക്ക് അത് തൊടാനും പറ്റും. നിറങ്ങൾ എന്താണ്? കളേഴ്സ്, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫോണ്ടുകൾ നിങ്ങളത് നോക്കി വായിക്കും, നിങ്ങൾ കണ്ടു, നിങ്ങൾക്കത് കാണാൻ പറ്റും. ബട്ടൺസ്, ആപ്പിലോ വെബ്സൈറ്റിലോ കാണുന്ന ബട്ടൺസ് നിങ്ങളതിൽ കാണുന്നു, നിങ്ങളിൽ തൊടുന്നു, അതുവഴിയാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒരു TV റിമോട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കാം. TV റിമോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? TV റിമോട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിലുള്ള ബട്ടൺസ്, അതിലുള്ള ഫോണ്ട് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. പിന്നെ അതിൽ ഓരോ ബട്ടണിനും വേറെ വേറെ കളറാണ്. ഉദാഹരണത്തിന് ചുവപ്പ് ബട്ടൺ പവർ ഓൺ ഓഫ്. ഇത് നല്ലൊരു ഗുഡ് യൂസർ ഇൻ്റർഫേസ് ഡിസൈനാണ്. UI എന്നാൽ യൂസർ ഇൻ്റർഫേസ്. ഇനി ഈ സെയിം റിമോട്ട് കൺട്രോൾ ചെറിയ ബട്ടണാണെങ്കിൽ അതിലുള്ള ഓരോ ബട്ടൺസും ഒരുപോലെ ആണെങ്കിൽ, ആവശ്യമുള്ളത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ അത് നമുക്കത് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ബാഡ് UI എന്ന് പറയണത്, ബാഡ് യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് എന്താണ് UX എന്ന് നോക്കാം. UX എന്നാൽ യൂസർ എക്സ്പീരിയൻസ്. UX എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പോ ഒരു പ്രോഡക്റ്റോ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഫീലിംഗ് ആണ് UX. ഉദാഹരണം, നിങ്ങൾ ഹോട്ടലിലോ അല്ലെങ്കിൽ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഈ ബാത്റൂം ഡോറ് കാണുമ്പോൾ, ആ ഡോറ് കാണുമ്പോൾ നമുക്ക് ചില ഡോർ നമുക്ക് കാണുമ്പോൾ വലിക്കണമെന്നോ അതായത് പുൾ ചെയ്യണമെന്നോ പുഷ് ചെയ്യണമെന്നോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് നമ്മൾ പുഷ് ചെയ്യുന്ന ഡോർ ചിലപ്പോൾ ഫുള്ളായിരിക്കാം, പുള്ള് ചെയ്യുന്ന ഡോർ ചിലപ്പോൾ പുഷ് ആയിരിക്കാം. ഇതൊരു കൺഫ്യൂഷനാണ്. ഇതാണ് ബാഡ് UX.
എന്നാൽ നല്ല ഒരു UX എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പുള്ളാണോ പുഷാണോ എന്ന്. അതായത് ബാഡ് UX എന്ന് വെച്ചാൽ ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു സെക്കൻഡ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഇല്ലേ, ആ കൺഫ്യൂഷനാണ് ബാഡ് UX. എന്നാൽ ഗുഡ് UX എന്നാൽ ഏതൊരു ചിന്തയും കൂടാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയണം. അതാണ് ഗുഡ് UX, ഗുഡ് യൂസർ എക്സ്പീരിയൻസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് സ്പൂൺ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ. ഒരു സ്പൂൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആരും നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാറില്ല. നിങ്ങളത് കയ്യിലെടുക്കുന്നു, നേരിട്ട് ഉപയോഗിക്കുന്നു. വളരെ ലളിതമായ സിമ്പിളായിട്ടുള്ള ഷേപ്പാണ്. ഒരൊറ്റ ലക്ഷ്യമേ ആ സ്പൂണിനുള്ളൂ. ലോകത്ത് ആർക്കും അത് കണ്ടാൽ മനസ്സിലാകും. ഇതാണ് പെർഫെക്റ്റ് UX. ഇത് നമുക്ക് UIയും UXും തമ്മിലൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം കെച്ചപ്പിൻ്റെ ബോട്ടിൽ നോക്കാം. 2 തരം കെച്ചപ്പ് ബോട്ടിലുകളുണ്ട്. ഒന്നെന്താണ്, ഗ്ലാസ് ബോട്ടിലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അത് ഗുഡ് UI ആണ്. നമ്മൾ ആ ഗ്ലാസ് ബോട്ടിലിൻ്റെ കെച്ചപ്പ് എന്താണ്, നമ്മൾ പാത്രത്തിലേക്ക് അത് മാറ്റുമ്പോൾ അത് പതുക്കെ ആയിരിക്കും വരുന്നത്. എന്നാൽ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്. അതെന്താണ്, ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതി, അത് നമ്മളെ പാത്രത്തിലേക്ക് വരും. അത് നല്ലൊരു UX ആണ്. എളുപ്പം ഉപയോഗിക്കാൻ പറ്റും. ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ നമ്മളിങ്ങനെ കെച്ചപ്പ് നമ്മളെ പാത്രത്തിലേക്ക് വരണത് നോക്കിയിരിക്കണം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കണം. എലിവേറ്റർ, അതായത് നമ്മുടെ ലിഫ്റ്റിൽ നമ്മളിപ്പോൾ ലിഫ്റ്റിനകത്ത് കയറി നമ്മൾ ലിഫ്റ്റിൻ്റെ ബട്ടൺ നോക്കണം. നല്ല സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ക്ലിയറാണ്. നിങ്ങൾക്ക് പോകേണ്ട ഫ്ലോറ് നമ്പർ പ്രസ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ അവിടെ എത്തിക്കും. ഇതൊരു ഗുഡ് UI ആണ്. പക്ഷേ നിങ്ങൾ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ഈ ലിഫ്റ്റ് നല്ല സ്ലോ ആണെങ്കിലോ, അല്ലെങ്കിൽ എപ്പോഴും ആളുകൾ നിറഞ്ഞ് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലാണെങ്കിലോ, നിങ്ങൾ ഈ ലിഫ്റ്റിൽ ഓരോ തവണ കയറുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. ഇതാണ് ഒരു ബാഡ് യൂസർ എക്സ്പീരിയൻസ്. ലിഫ്റ്റിൽ നിങ്ങൾക്ക് മോശമായൊരു എക്സ്പീരിയൻസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ലൊരു UI ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെ ഇത് രണ്ടും ഒന്നിച്ച് വരണം. എന്നാൽ മാത്രമേ യൂസർ ഹാപ്പി ആവുകയുള്ളൂ. ഈ പ്രോഡക്റ്റും ഈ ലിഫ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റും നല്ല രീതിയിൽ വർക്കാവത്തുള്ളൂ. ഇനി നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന വാട്സപ്പ് ദിവസവും നിങ്ങൾ ഉപയോഗിക്കുകയാണ് അല്ലേ? ഈ വാട്സപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. അത് ഗ്രീൻ കളർ, ചാറ്റ് ബബിൾ, സെൻഡ് ബട്ടൺ, ഇതെല്ലാം UI ആണ്. എന്നാൽ നിങ്ങൾക്ക് വെറും 3 സെക്കൻഡിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയാലോ, ഒറ്റ ടാപ്പിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും അല്ലേ? അവർക്ക് മെസ്സേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ഡബിൾ ടിക്ക് വഴി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് ഗുഡ് UX. ഒരു സൂപ്പർ ആപ്പിന് ഇത് രണ്ടും വേണം. UIയും വേണം, അത് കാണാൻ നല്ല ഭംഗിയായിരിക്കണം. UXും വേണം. എന്താണ്, അത് യൂസറിന് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കണം. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിസൈൻ ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപ്ലവത്തെക്കുറിച്ചാണ്. അതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഡിസൈനറുടെ സൂപ്പർ പവറാണ് ഈ പറയുന്ന AI. എല്ലാവരുടെയും വിചാരം AI ഡിസൈനറിൻ്റെ ജോലി ഇല്ലാതാക്കുമെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ആദ്യം തന്നെ AI എന്താണ് ചെയ്യാത്തത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. AI ഒരിക്കലും ഒരു ഡിസൈനർ എന്ന നിലയിൽ നിങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കില്ല. നിങ്ങളുടെ ക്ലയൻറ്റിനെ മനസ്സിലാക്കാൻ ഒരിക്കലും ഒരു AIക്ക് കഴിയില്ല. നിങ്ങളുടെ ഓഡിയൻസ്, അതായത് നിങ്ങളുടെ യൂസർ ആരാണ്, എന്താണ് അവർക്ക് കൂടുതൽ ഇഷ്ടമാവുന്നതെന്ന് തീരുമാനിക്കാൻ ഒരിക്കലും AIക്ക് കഴിയില്ല. യഥാർത്ഥ ക്രിയേറ്റീവ് തീരുമാനം എടുക്കാനും അതിന് AIക്ക് കഴിയില്ല. അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ AIക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ജോലികളുണ്ടല്ലോ, ഏറ്റവും ബോറടിപ്പിക്കുന്ന പണികളുണ്ടല്ലോ, എന്താണ്? ഒരു ലൈഔട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ക്രീനിൻ്റെ 4-5 വേരിയേഷൻ ഓഫ് ഡിസൈൻ. ഈ പണി AIക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ ഏതാണ് നല്ലത്, ഇതിൽ എവിടെയാണ് നമ്മൾ എഡിറ്റ് വരുത്തേണ്ടത്, അത് AIക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഡിസൈനറിൻ്റെ കഴിവ് കാണാം. ഇപ്പോൾ നിങ്ങൾ ലോഗോ ചെയ്തു, ലോഗോ നിങ്ങൾ ക്ലയൻറ്റിന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യും. ആ സമയത്ത് ക്ലയൻറ്റിന് ഒരു 4-5 ഓപ്ഷൻസ് കൂടെ നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ ലോഗോയും എടുത്ത് കളർ മാറ്റി കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് AI എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ AI എന്ത് ചെയ്യും? 5 വ്യത്യസ്തമായ കളർ ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് AI
സൂപ്പറായിട്ട് നിങ്ങൾക്ക് 5 ഓപ്ഷൻ ഉള്ള ലോഗോ നിങ്ങൾക്ക് തരും. എന്നാൽ മുമ്പാണെങ്കിലോ നമ്മൾ ഓരോ ലോഗോയും എടുത്ത് വെച്ച് 5 എണ്ണം നമ്മൾ എടുത്ത് വെച്ച് 5 എണ്ണം നമ്മൾ കളർ മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ 5 എണ്ണം നമ്മൾ വേറെ വേറെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് AI വെച്ച് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഡിസൈന് വേണ്ടിയുള്ള ഒരു ഇമേജ് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഒരുപാട് സമയം സെർച്ച് ചെയ്ത് അതിനെ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്ന് അതിനെ എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചിത്രം നിങ്ങൾ കൃത്യമായി AI എടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ AI എന്നെ ജനറേറ്റ് ചെയ്ത് തരും. വെറും 30 സെക്കൻഡിൽ നിങ്ങളുടെ ഇമേജ് റെഡി. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, AI എന്താണ്? വേഗത്തിൽ പണിയെടുക്കുന്ന, വേഗത്തിൽ നിങ്ങളുടെ ജോലി തീർത്ത് തരുന്ന ഒരു അസിസ്റ്റൻ്റാണ്. അതിന് ഒരിക്കലും ഒരു പരാതിയും കാണുന്നില്ല. അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു തരും. പക്ഷേ അതിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഡിസൈനറായ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളായിരിക്കും ബോസ്. AI വെറും അസിസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾ ഡിസൈഡ് ചെയ്യും, AI അതിനെ എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയാം? ഏജൻറ്റിക് ഡിസൈൻ. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമുക്കൊരു ആവശ്യമുണ്ട്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തരുന്ന ആപ്പുകളാണ് ഏജൻറ്റിക് ഡിസൈൻ. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പേ നമ്മളെ സഹായിക്കുന്ന ചിന്തിക്കുന്ന ആപ്പുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതാണ് ഏജൻറ്റിക് ഡിസൈൻ. അതായത് നിങ്ങൾ നോക്കാം, നിങ്ങൾക്ക് ഫുഡ് വേണം, നിങ്ങൾ എന്ത് ചെയ്യും? സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി ഓപ്പൺ ചെയ്യും. നിങ്ങൾ എന്താണ് വേണ്ടത് ആപ്പിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യും. ആപ്പ് നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങൾ ഏതെങ്കിലും ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ആ ആപ്പ് നിങ്ങൾക്ക് പിന്നും അത് കാണിച്ചു തരുന്നു. നിങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാപ്പാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി വരാൻ വേണ്ടി പോകുന്നത് ഏജൻറ്റിക് ഡിസൈനാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആപ്പ് നിങ്ങൾക്കായി പ്രവർത്തിക്കും. നമുക്ക് ആദ്യം തന്നെ ഗൂഗിൾ മാപ്സിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എവിടെയെങ്കിലും പോകുമെന്ന് വിചാരിക്കുമോ? പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്, ഇപ്പോൾ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളൂ, നിങ്ങൾ പോകുന്ന വഴിയിൽ വലിയ ട്രാഫിക്കാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാപ്പിന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഇത് പറയണമെന്ന് അതിനെ എങ്ങനെ അറിയാം? ഇതാണ് ഏജൻറ്റിക് ഡിസൈൻ. സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി നിങ്ങൾ നോക്കാം. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അന്ന് നോക്കുമ്പോൾ അത് ആദ്യം തന്നെ കാണിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾ അടുത്തുള്ള ഹോട്ടൽസിൻ്റെ ഉച്ചയ്ക്കുള്ള മീൽസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ ലഞ്ചിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാകില്ല. പക്ഷേ ആപ്പിനറിയാം അത് ഉച്ച സമയമാണ്, നിങ്ങൾ വിശന്നിരിക്കുകയാണ്, അതുകൊണ്ട് അത് മുൻകൂട്ടി നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യും. എന്നാൽ ഇത് ഒരു പടിയും കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യും. നിങ്ങൾ 1 മണിക്ക് നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങളടുത്ത് ഫുഡ് ഡെലിവറി ബോയ് കൊണ്ട് നിങ്ങളെ കയ്യിൽ കൊണ്ട് തരും. യൂസർക്ക് വേണ്ടി സ്വന്തമായി ചിന്തിക്കുന്ന ആപ്പുകൾ, യൂസറിനൊരു ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് തന്നെ അത് പരിഹരിക്കുന്ന ആപ്പുകൾ. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ കാര്യമായി തോന്നാമല്ലേ? പക്ഷേ ഈ കോഴ്സ് കഴിയുമ്പോൾ ഒരു ഡിസൈനർ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. എന്താണ് ഇതിൻ്റെ ഗുണമെന്നറിയാമോ? യൂസറിൻ്റെ എഫേർട്ട് കുറയും, യൂസറിൻ്റെ സമയം ഇവിടെ ലാഭിക്കും, ആപ്പുകളൊക്കെ എന്ത് ചെയ്യും? കൂടുതൽ സ്മാർട്ടാകും. ഇത്തരം ആപ്പുകൾ നിർമ്മിക്കണമെങ്കിൽ ഒരു ഡിസൈനർ യൂസറുടെ ശീലങ്ങൾ എന്ത് ചെയ്യും? മുൻകൂട്ടി കണ്ട് തീരുമാനങ്ങൾ എടുക്കണം. ഇത്തരം ആപ്പുകൾ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു ഡിസൈനർ യൂസറിൻ്റെ ശീലങ്ങളുണ്ടല്ലോ മുൻകൂട്ടി കണ്ടിട്ടാണ് തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ വലിയ കാര്യമായി തോന്നാമല്ലേ? പക്ഷേ ഈ കോഴ്സ് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇത്തരം തീരുമാനങ്ങൾ എങ്ങനെയാണ് ഒരു ഡിസൈനർ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. അടുത്തത് നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ഒരു വെപ്പണുണ്ട്, സീക്രട്ട് വെപ്പൺ. നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ഒരു വെപ്പണുണ്ട്, ഫിഗ്മ. ഈ ഡിസൈനർ ഇതെല്ലാം ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമുണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് ഫിഗ്മ. ഫിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ സ്കെച്ച് ബുക്കാണ്. ഒരു ആപ്പ് ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസൈനർ അതിൻ്റെ ഓരോ സ്ക്രീനും ബട്ടണും നിറങ്ങളും ആദ്യം പ്ലാൻ ചെയ്യുന്നത് ഫിഗ്മയിലാണ്. ഇത് തികച്ചും ഫ്രീ ആണ്, ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമല്ല. നിങ്ങൾക്ക് ബ്രൗസറിൽ തന്നെ നേരിട്ട് വർക്ക് ചെയ്യും.
ഈ കോഴ്സിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത് ഈ ഫിഗ്മ തന്നെയാണ്. നമുക്ക് ഈ ഫിഗ്മ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയാലോ. ആദ്യം ചെയ്യേണ്ടത് ഗൂഗിൾ എടുക്കുക, എന്നിട്ട് www.figma.com എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സെർച്ച് ചെയ്യുക. ആദ്യം കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫിഗ്മയുടെ വെബ്സൈറ്റിലേക്ക് വരും. അവിടെ പോയിട്ട് ക്ലിക്ക് സ്റ്റാർട്ടഡ് വിത്ത് ഫ്രീ എന്ന സംഭവമുണ്ട്, അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഫോർ എഡ്യൂക്കേഷൻ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫിഗ്മയിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരാണ്, നിങ്ങളത് ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കണം. നിങ്ങളെ മൊബൈൽ ഫോണിൽ ഫിഗ്മ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടൂളാണ്. അത് വെബ് ബ്രൗസറിൽ ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് PC-യിൽ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഓൺലൈനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആദ്യം നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഫിഗ്മ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ഓപ്പണായി വരും. ഈ വെബ്സൈറ്റിൽ നമുക്കിവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആപ്പ് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്താണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ ഡൗൺലോഡ്സ് എന്ന് കൊടുത്താൽ മതി. ഇവിടെ വന്നതിന് ശേഷം ഡെസ്ക്ടോപ്പ് ആപ്പ് ഫോർ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അത് ഡൗൺലോഡ് ആയിക്കോളും. ഇനി നമുക്കിതിനെ വെബ് ബ്രൗസറിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ലോഗിൻ ചെയ്യുക. നമുക്കൊരു അക്കൗണ്ട് ഇല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീയിലേക്ക് പോവുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഇഷ്ടമുള്ള പാസ്വേഡും കൊടുക്കാം. അതിന് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളെ സെക്യൂർ നമ്മുടെ ഇൻബോക്സ് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ മെയിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക ആദ്യം. ഇവിടെ നമുക്കൊരു മെയിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെരിഫൈ മെയിൽ കൊടുക്കുക, എന്നിട്ട് ഇവിടെ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ പേരടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. ഞാനിവിടെ ക്രിയേറ്റീവ് G അക്കാഡമി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പേര് കൊടുക്കാം. കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പേരായിരിക്കും കൊടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പേഴ്സണൽ പ്രോജക്റ്റാണോ, ലേൺ ഡിസൈൻ ആണോ, വർക്കാണോ, സ്കൂളാണോ, സംതിങ് എൽസ്. ഇവിടെ ലേണിംഗ് ഡിസൈൻ കൊടുക്കുക. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കൊടുക്കുക. ഞാനിവിടെ സ്റ്റുഡൻ്റാണ് കൊടുക്കുന്നത്. കോളേജ്, യൂണിവേഴ്സിറ്റി, ഓൺലൈൻ കോഴ്സ് ഏതാണെന്ന് കൊടുക്കുക. ഞാൻ ഇവിടെ ഓൺലൈൻ കോഴ്സ് കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ടീമിലേക്ക് വേറെ ആരെങ്കിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സ്കിപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് ഫിഗ്മ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയാം. ഞാനിവിടെ മൈ ഫസ്റ്റ് ടൈം ഇവിടെ കൊടുക്കുക. അതിനുശേഷം അടുത്ത് വരുന്ന ഇൻ്റർഫേസിൽ ഒരു 3 പ്ലാൻ കാണിക്കും. ഒരു സ്റ്റാർട്ടറുണ്ട്, പ്രൊഫഷണലുണ്ട്, ഓർഗനൈസേഷനുണ്ട്. സാധാരണ നമ്മൾ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പ്രൊഫഷണലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു മന്ത്ലി നമുക്കൊരു ചെറിയൊരു എമൗണ്ട് വരുന്നുണ്ട്. ബട്ട് നമുക്ക് സ്റ്റാർട്ടറിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫ്രീ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ 3 ഫയൽ മാത്രമേ നമുക്ക്, അതായത് 3 ഫയൽസ് മാത്രമേ നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ 1, 2 ബേസിക് ഡിസൈന്, പ്രോട്ടോടൈപ്പ് ആൻഡ് കൊളാബറേഷൻ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. നമുക്ക് പഠിക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടർ ചൂസ് ചെയ്യുകയാണ്, കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് ഡിസൈൻ വിത്ത് ഫിഗ്മയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു, ഫിനിഷ് ചെയ്തു. കൂൾ. അപ്പോൾ നമുക്കിവിടെ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫിഗ്മയുടെ ഒരു ഇൻ്റർഫേസ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തരാണ്, നിങ്ങളത് ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കണം. നിങ്ങളെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്പ് കാണുമല്ലോ, ഒരുപാട് ആപ്സ് കാണുമല്ലോ. ആ 2 ആപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആപ്പാണ്. മറ്റൊന്ന് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ആപ്പാണ്. 2 ആപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം
നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആപ്പിലേക്ക് നോക്കുക. 5 സെക്കൻഡ് കൗണ്ട് ചെയ്യുക. 5 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കുക. നിങ്ങൾ ആപ്പ് ഫസ്റ്റ് നിങ്ങളുടെ നോട്ടം ആ ആപ്പിൻ്റെ ഏത് ഐക്കണിലാണോ, ഇമേജിലാണോ, ബട്ടണിലാണോ ഫസ്റ്റ് നിങ്ങളെ കണ്ണു പോയത്. ആപ്പ് തുറന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ടോ കൺഫ്യൂഷനോ ഉണ്ടായിട്ടുണ്ടോ? അത് തുറന്ന് 5 സെക്കൻഡിനകത്ത് നിങ്ങൾക്ക് അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ആപ്പ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പ് ഓപ്പൺ ആയി നിങ്ങളടുത്ത് തന്നെ ചോദിക്കണം. നിങ്ങളടുത്ത് തന്നെ ചോദിക്കണം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ആപ്പില്ല, അത് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ 5 സെക്കൻഡ് എടുത്ത് നിങ്ങളടുത്ത് തന്നെ ചോദിക്കണം. ഇതിനെയാണ് 5 സെക്കൻഡ് യൂസബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് 5 സെക്കൻഡ് യൂസബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് UX ഡിസൈനർമാർ അവരുടെ ഡിസൈൻ എത്രത്തോളം ക്ലിയർ ആണെന്ന് പരിശോധിക്കാൻ റിയലായിട്ടുള്ള യൂസർമാരെ വെച്ച് ചെയ്യുന്ന ഒരു ടെസ്റ്റാണിത്. ഒരു യൂസർക്ക് നിങ്ങളുടെ ആപ്പ് കണ്ട് വെറും 5 സെക്കൻഡിനുള്ളിൽ അത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഡിസൈന് ഒരു വലിയ UX പ്രോബ്ലമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് സ്വന്തമായിട്ട് കണ്ടെത്താൻ ഒരു UX ഡിസൈനർ കഴിയണം. ഇതാണ് ഒരു ഡിസൈനറുടെ തിങ്കിങ്, അതായത് ഡിസൈൻ തിങ്കിങ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ ഡിസൈൻ തിങ്കിങ് ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഡിസൈനർ തിങ്കിങ് ലെവൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസൈൻ പഠിക്കാൻ വേണ്ടി വന്നതാണല്ലോ. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡിസൈനേഴ്സിന് കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ചെറിയ മിസ്റ്റേക്സാണ്. അത് നിങ്ങൾ വരുത്താതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ആദ്യമേ പറയാം. അത് സാധാരണ ഡിസൈനേഴ്സിൻ്റെയൊക്കെ വിചാരം ഡിസൈൻ എന്നതിന് ഒരുപാട് നല്ല ഭംഗിയായിട്ട്, നല്ല എസ്തെറ്റിക്സ് ആയിട്ട്, അല്ലെങ്കിൽ നല്ല ഭയങ്കര കളർഫുള്ളൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് ഡിസൈൻ എന്നാണ്. സത്യം പറഞ്ഞാൽ ഡിസൈനിൻ്റെ ഭംഗി എന്നാൽ എന്തെന്നാൽ അത് റിസൾട്ട് മാത്രമാണ്. യഥാർത്ഥ ഡിസൈൻ എന്നാൽ ഒരു യൂസറുടെ പ്രശ്നം പരിഹരിക്കുക, എന്നതാണ്. നിങ്ങളുടെ ഡിസൈൻ കാണുമ്പോൾ എപ്പോഴും ഈ ചോദ്യം ചോദിക്കുക: ഇത് അവരുടെ ജോലി കുറച്ചുകൂടി എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ സഹായിക്കുമോ? അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീൻ എൻ്റെ യൂസറിൻ്റെ ഏത് പ്രോബ്ലമാണ് സഹായിക്കാൻ വേണ്ടി പോകുന്നത്? 2, ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫിഗ്മ ഓപ്പൺ ചെയ്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഫിഗ്മ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ വെറും ഒരു ടൂൾ മാത്രമാണ്. ഒരു കാർപ്പൻ്ററുടെ കയ്യിലെ ചുറ്റികയും ഒരു ടൂളാണ്, അറിയാമല്ലോ. ചുറ്റിക എടുത്ത് തോന്നുന്നത് പോലെ അടിച്ചാൽ അതിൻ്റെ അവരുടെ കട്ടളപ്പണി അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ പണി ശരിയാകുമോ? ഇല്ലല്ലോ. ആദ്യം ചിന്തിക്കുക. നിങ്ങൾ ഐഡിയകൾ ആദ്യം ഒരു പേപ്പറിൽ വരച്ചു നോക്കുക. അതിനുശേഷം മാത്രം ഫിഗ്മ ഓപ്പൺ ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ഡിസൈൻസും കോപ്പി ചെയ്യാറുണ്ട്. ഞാനും കോപ്പി ചെയ്താണ് ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ഡിസൈൻ കോപ്പി ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ ഡിസൈൻ കോപ്പി ചെയ്യാൻ അർഹതപ്പെട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഡിസൈൻ മനോഹരമായതെന്ന് നിങ്ങൾ ആ ഡിസൈനിൽ നോക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ടീനേജേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അതുപോലെ എടുത്ത് നമ്മൾ ബാങ്കിങ് ആപ്പിന് കോപ്പി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഡിസൈനിലെ ഓരോ ചെറിയ തീരുമാനത്തിൻ്റെ പിന്നിലും വ്യക്തമായൊരു കാരണമുണ്ട്. ആ കാരണം പഠിക്കാൻ ശ്രമിക്കുക. വെറും ലുക്ക് മാത്രം എടുത്ത് അതുപോലെ കോപ്പി ചെയ്യാൻ വേണ്ടി പോവുകയേ ചെയ്യരുത്. ബിഗിനേഴ്സ് ആയ ഡിസൈനേഴ്സ് നമ്മളുടെ ഓപ്ഷൻ ഉണ്ടാക്കി അതിൻ്റെ 3-4 ഓപ്ഷൻസ് ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് സമയം കളയാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ AI ഉണ്ട്. എഐക്ക് നിങ്ങൾക്ക് 10 സെക്കൻഡിൽ ഒരു ഡിസൈൻ്റെ 10ൽ കൂടുതൽ ഓപ്ഷൻസ് തരാൻ വേണ്ടിയുള്ള കഴിവുണ്ട്. അതിൽ ഏതാണ് നല്ല ഡിസൈൻ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അവരുടേതാണ്, നിങ്ങളുടേതാണ്. അപ്പോൾ ആ കഴിവ് നിങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നിങ്ങളുടെ ഡിസൈൻ വളർത്തിയെടുക്കുക. നല്ല ഡിസൈൻ കാണാനുള്ള ശേഷി നിങ്ങളെ കണ്ണിന് നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതിനുശേഷം വേഗത കൂട്ടാൻ മാത്രം AI ഉപയോഗിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഇപ്പോൾ ബിഗിനേഴ്സായിട്ട് ഡിസൈനർ ആണെങ്കിൽ ഇപ്പോൾ അവർക്കൊരു പ്രോജക്റ്റ് കിട്ടി. സാധാരണ കണ്ടുവരുന്നത് എന്താണ്? അവർ ആദ്യമേ വർക്ക് ഷെയർ ചെയ്യില്ല. എല്ലാം അവർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിമിഷം കൊണ്ട് വർക്ക് സബ്മിറ്റ് ചെയ്യും.
ഇങ്ങനെ ലാസ്റ്റ് നിമിഷം വർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപാട് എഡിറ്റിംഗ് ആണ്. ഡിസൈൻ്റെ ഫസ്റ്റ് വർക്ക് ഒരിക്കലും അപ്രൂവ് ആവില്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിമിഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ആ വർക്ക് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ 8 ആഴ്ചയുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വീക്കിന് നിങ്ങളെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നിങ്ങൾ എവിടം വരെയാണോ ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് വാങ്ങിക്കുക, അത് കറക്റ്റ് ചെയ്യുക. അതിൻ്റെ ബാക്കിയുള്ള സ്ക്രീനുകൂടെ ഡിസൈൻ ചെയ്യുക, എല്ലാം ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ഫീഡ്ബാക്ക് വാങ്ങിച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇതിന് ഫിഗ്മ ഒന്നും വേണ്ട, ഒരു 15 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിളാണ്. 2 ആപ്പുകൾ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുക നിങ്ങളുടെ ഫോണിലുള്ള. ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ആപ്പും, മറ്റേത് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടം നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരുന്ന ആപ്പായിരിക്കണം. അത് ഭയങ്കര പാടുള്ള ഒരു ആപ്പായിരിക്കണം. 2ൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കണം. ഈ 2 ആപ്പിൻ്റെയും ഫസ്റ്റ് ഹോം സ്ക്രീനിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കണം. എന്നിട്ട് ആ ആപ്പിനെ കുറിച്ച് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എഴുതണം. നിങ്ങൾ ആ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾ എന്താണ് കാണുന്നത്, അതിൻ്റെ നിറം, അതിൻ്റെ കളറ്, ബട്ടൺ, ഫോണ്ട്, ഐക്കൺസ്, ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് നിങ്ങൾ എഴുതുക ആദ്യം. പിന്നെ അതിൻ്റെ യു എക്സ് എന്നാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ഫീലിംഗ്, അത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അത് നിങ്ങൾ എഴുതുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ആ ആപ്പിൻ്റെ ഡിസൈൻ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഓപ്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾക്കത് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുക. ആ ഒറ്റ കാര്യം നിങ്ങൾ എഴുതിയാൽ മതി. ആ ഒറ്റ കാര്യം എന്തായിരിക്കും അത് മാത്രം നിങ്ങൾ പേനയും പേപ്പറെടുത്ത് എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങളത് ഫോട്ടോ എടുത്ത് എനിക്ക് സ്ക്രീൻഷോട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ അയച്ചു തരിക. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു UI UX ഡിസൈനർ ആവാൻ വേണ്ടി നിങ്ങൾ യോഗ്യനാണ്, നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ വന്നെങ്കിൽ നിങ്ങൾ വെറും ഒരു യൂസറായിട്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആപ്പുകളിലെ ഒരു ഡിസൈനറിൻ്റെ കണ്ണിലൂടെ വായിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ചിന്താഗതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് ഈ കോഴ്സിൽ നമ്മൾ ഉള്ളുനീളം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും വലിയ കഴിവ് ഇനി വരാൻ പോകുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും, ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയായിരിക്കും പോകുന്നത്. നിങ്ങൾ ഈ അസൈൻമെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നേരിട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. എല്ലാവരും ഒരു ഡിസൈനറിൻ്റെ പോലെ ഇന്ന് മുതൽ ചിന്തിച്ച് തുടങ്ങും.